നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ആദ്യം ഹെഡ്ലൈൻസ്. സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനൂപ് അഗ്നിഹോത്രിക്ക് 1ാം റാങ്ക്. യോഗ്യത നേടിയത് 958 പേർ. തിരുവനന്തപുരം സ്വദേശി ജയശ്രീജയ്ക്ക് 57ാം റാങ്ക്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക്. മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്ത് തുടങ്ങി. പദ്ധതി പൂർത്തിയാക്കുക 4 വർഷം കൊണ്ട്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. വിതരണ വിഹിതം കൂട്ടിച്ചോദിച്ചെന്ന ആക്ഷേപം. നിർമ്മാതാക്കളുമായി കരാർ വയ്ക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫയോക്കിന്റെ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി. അബിൻ വർക്കിയെ വേണ്ടെന്ന് പത്തനംതിട്ടയിൽ പോസ്റ്റർ. 3 യുവാക്കൾ ബൈക്കിലെത്തി പോസ്റ്റർ ഒട്ടിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. മധ്യപൂർവേഷ്യൻ സംഘർഷം ഇന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയ്ക്കിടെ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ താൽക്കാലിക ഇളവ്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാം. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ CSI മിഷൻ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷ്ണം വയറിനുള്ളിൽ തുന്നിക്കെട്ടിയെന്ന് പരാതി. പഞ്ഞിയും തുണിയും പുറത്തെടുത്തത് ഇതേ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ. മേനംകുളം സ്വദേശിനി വേദന തിന്ന് ജീവിച്ചത് 3 മാസം. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ സർക്കാരിന് തിരിച്ചടി. B. അശോകിന്റെ 3 സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. MR അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണർ സ്ഥാനവും തെറിക്കും. എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കേഡർ തസ്തിക എന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനിയൻ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്ന അവകാശവാദവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ്. വൈകിപ്പോയെന്നും യുദ്ധം തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ്. വാദം തള്ളി ഇറാൻ. അമേരിക്കയുമായി വെടിനിർത്തലിനോ ചർച്ചയ്ക്കോ ഇല്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. യുദ്ധക്കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ശ്രീലങ്കൻ നാവികസേന ഇറാൻ നാവികരെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയത് 32 പേരെ. ഇറാനിൽ മിനാബിലെ സ്കൂൾ ആക്രമണത്തിന് ഉത്തരവാദി അമേരിക്കയാകാനാണ് സാധ്യതയെന്ന് അമേരിക്കൻ മിലിറ്ററി. അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ. മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിനു നേരെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 165 വിദ്യാർത്ഥിനികൾ. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും വിമാന സർവീസുകൾ മുടങ്ങി. കരിപ്പൂരിൽ 30ഉം തിരുവനന്തപുരത്ത് 22ഉം സർവീസുകൾ റദ്ദാക്കി. കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചെത്തിക്കാൻ നടപടി ഊർജിതം. അബുദാബിയിൽ നിന്ന് സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ച് ഇത്തിഹാദ് എയർവേസ്. അങ്കമാലിയിലെ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി ജസ്ലിയ ജോൺസൺ മരിച്ച സംഭവത്തിൽ പ്രതി ഡോക്ടർ സിറിയക് പിടിയിൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഗമണ്ണിൽ നിന്ന്. ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു. സിറിയക്കിന്റെ പിതാവിന് ജാമ്യം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ മുൻ MLA PK ശശിക്കെതിരെ പാലക്കാട്ടെ CPIM നേതാക്കൾ. അമിതമായ ലാളന കിട്ടിയതുകൊണ്ടാകാം PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്ന് മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ്. തെറ്റ് തിരുത്തിയാൽ PK ശശിക്ക് പാർട്ടിയിലേക്ക് തിരികെ വരാമെന്നും കൃഷ്ണദാസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലും സർവ്വമത സമ്മേളനത്തിലും പങ്കെടുത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാൻ കോൺഗ്രസ്. പീരുമേട്ടിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനം സംസ്ഥാന നേതൃത്വം നടത്തും. റോയ് കെ പൗലോസ്, CP മാത്യു, സിറിയക് തോമസ് എന്നിവരെ പരിഗണിച്ച് UDF. എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി CPI ജില്ലാ എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെന്ന് KPCC വൈസ് പ്രസിഡന്റ് AA ഷുക്കൂർ 24നോട്. തുടർച്ചയായി തോൽക്കുന്നവരെ പരിഗണിക്കരുതെന്ന് M ലിജുവിനെതിരെ AA ഷുക്കൂറിന്റെ ഒളിയമ്പ്. G സുധാകരൻ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ കൂടെ കൂട്ടും. മുസ്ലിം ലീഗ് നിയമസഭാ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടനെന്ന് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൾ ഹമീദ് MLA. CPIM-ഉം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ലീഗ് പ്രഖ്യാപനം നടത്തും. ടേം വ്യവസ്ഥ കഴിഞ്ഞവരും മത്സരിച്ചേക്കുമെന്നും P അബ്ദുൾ ഹമീദ്. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചന്ദനമരം മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം വഴിമുട്ടിയ നിലയിൽ. CCTV ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും ചന്ദനമരം കടത്തിയതാരെന്ന് കണ്ടെത്താനായില്ല. ഫോറസ്റ്റിനും പോലീസിനും പരാതി നൽകിയെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കം കണ്ട ബീഹാറിൽ പുതിയ മുഖ്യമന്ത്രിയിൽ സസ്പെൻസ് തുടരുന്നു.
പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ഉപമുഖ്യമന്ത്രി സമ്രാട് ചൌധരിയുടെ പേര്. വനിതാ നേതാവിനെ ഉൾപ്പെടെ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ട്. രാജ്യസഭാംഗമാകുന്ന നിതീഷ് കുമാറിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ സുപ്രധാന ചോദ്യങ്ങളുമായി ഹൈക്കോടതി. തൊണ്ടിമുതൽ വാങ്ങി എന്നതുകൊണ്ടും തിരിച്ചു കൊടുത്തതുകൊണ്ടും ആന്റണി രാജുവാണ് കൃത്രിമത്വം കാട്ടിയതെന്ന് പറയാനാകുമോ എന്ന ചോദ്യം. ഗൂഢാലോചനയുണ്ടായിരുന്നെങ്കിൽ സീനിയർ അഭിഭാഷകനെയും പ്രതിയാക്കണമായിരുന്നുവെന്നും ഹൈക്കോടതി. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഈ മാസം 10 മാറ്റി. പ്രതിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മാറ്റം. തൃശൂരിൽ സൈബർ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ടെത്തിയത് 10 കോടിയുടെ തട്ടിപ്പ്. 18ഉം 19ഉം വയസ്സുള്ളവരുടെ അക്കൗണ്ട് വഴി പണം കൈമാറ്റം നടന്നെന്ന് കണ്ടെത്തൽ. കേസിൽ 8 പേർ അറസ്റ്റ്. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. നിറമാറ്റം ആലോചിക്കാവുന്നതാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കുട്ടികൾ ഉൾപ്പെടെ ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മന്ത്രി. ബസിന്റെ പിന്നിൽ ശ്രദ്ധ മാറുന്ന ചിത്രങ്ങളൊന്നും വയ്ക്കരുതെന്നും ഗതാഗത മന്ത്രി 24നോട്. കൊല്ലം മരുത്തടി ക്ഷേത്രത്തിൽ 18കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് പിടിയിലായത്. ക്രൂരമർദ്ദനത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ച ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. 2020 ലോകകപ്പ് ഫൈനലിന് മുന്നോടിയായി ടീം ഇന്ത്യ അഹമ്മദാബാദിൽ പരിശീലനം തുടങ്ങും. സെമി ഫൈനലിലെ മിന്നും ജയത്തിൽ ടീമിനെയും സഞ്ജു സാംസണെയും ആശംസകളാൽ പൊതിയുകയാണ് ക്രിക്കറ്റ് ലോകം. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് മാതൃകയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. എല്ലാവരും വോട്ട് ചെയ്യാനെത്തണം, യുവാക്കളാണ് തെരഞ്ഞെടുപ്പിന്റെ കരുത്തെന്നും ഗ്യാനേഷ് കുമാർ. പൊങ്കാലയ്ക്ക് ശേഷം ശുചീകരണം ഫലപ്രദമല്ലെന്ന് പരാതിയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നഗരസഭയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ജില്ലാ കളക്ടറോട് വിശദീകരണം തേടുമെന്നും മന്ത്രി. കേരളത്തിലെ പ്രധാന വാർത്തകൾ നോക്കാം ഇനി. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2026 ഓഗസ്റ്റ് 22-ന് തീരുമാനമായത്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ. തീയതി നിശ്ചയിച്ചത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള കാണികൾക്കും വിനോദസഞ്ചാരികൾക്കും പങ്കെടുക്കാൻ കഴിയും വിധം. സ്പീക്ക് ദ ഫ്യൂച്ചർ പരിപാടിയുടെ ഭാഗമായി 487 റിസർച്ച് പേപ്പറുകൾ പ്രകാശനം ചെയ്ത് മലപ്പുറം ചെമ്മാട് നാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. 9 വ്യത്യസ്ത വിഷയങ്ങളിൽ 487 പ്രൊജക്ടുകൾ തയ്യാറാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ മുഹിയുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ട മാർത്തോമ ഹരക് എഡ്യൂക്കേഷൻ കമ്മീഷൻ വാർഷിക അക്കാദമിക് കോൺഫറൻസ് ശനിയാഴ്ച ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കും. സായി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ അജിത് എബ്രഹാം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലിത്ത സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. കൊല്ലം കൊട്ടാരക്കരയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽപ്പെട്ടത് KSRTC ബസ്സും കോളേജ് ബസ്സും. 12ഓളം പേർക്ക് പരുക്ക്. പത്തനംതിട്ട കൊടുന്തറയിൽ ബെവ്കോ വെയർഹൌസിലേക്ക് ലോഡ് ഇറക്കാനെത്തിയ ലോറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ മോഷ്ടിച്ചു. 3 പേർ പിടിയിൽ. പത്തനംതിട്ട മലയാലപ്പുഴയിൽ ക്ഷേത്രോത്സവത്തിനിടെ 19കാരന് ക്രൂരമർദ്ദനം. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേളയ്ക്കിടെ യുവാവിന് മർദ്ദനമേറ്റു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പ്രധാന അറിയിപ്പ്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലേഡി വെറ്റ്സ് ഡേ 2026 പിയത്താസ് ഫെമിന നാളെ തൃശൂരിൽ മണ്ണുത്തി വെറ്റിനറി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10:45-ന് അമ്മ സെക്രട്ടറി ഡോക്ടർ P. ഭാനുമതി ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് താമസിക്കാനുള്ള റൂം ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിക്കും. ഈ മാസം 14 മുതൽ 19 വരെയും ശബരിമല ഉത്സവത്തിനായി ഈ മാസം 22 മുതൽ ഏപ്രിൽ 1 വരെയുമാണ് ദർശനത്തിന് അവസരം. 14 ദിവസം മുൻപ് വരെ ഓൺലൈനായി റൂം ബുക്ക് ചെയ്യാം. കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ അമ്പയർ പരീക്ഷ ഈ മാസം 14, 15 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. പ്രായപരിധി 20 മുതൽ 40 വയസ്സുവരെ. മാർച്ച് 9 വരെ അപേക്ഷിക്കാം. വയനാട് ജില്ലാ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. ഇതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതും 18 വയസ്സ് പൂർത്തിയായതുമായ ഭിന്നശേഷിക്കാർക്കാണ് അവസരം. ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ അക്ഷയ സെന്റർ വഴിയോ അപേക്ഷ സമർപ്പിക്കാം.
പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷാ കേരളം, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി എന്നിവ സംയുക്തമായി നടത്തുന്ന കണ്ണൂർ ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റ് നാളെ രാവിലെ 10-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഹോളി ഗ്രേസ് മാള മാരത്തൺ സീസൺ 2-ന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാരത്തൺ തൃശൂർ മാള പാറേക്കാട്ട് കൺവെൻഷൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച് തിരികെ കൺവെൻഷൻ സെന്ററിൽ സമാപിക്കും. രജിസ്ട്രേഷൻ 18-ന് സമാപിക്കും. മലപ്പുറം തിരൂർ മലയാളം സർവകലാശാലയിൽ മ്യൂസിക് ഫെസ്റ്റിന് ഇന്ന് തുടക്കം. മ്യൂസിക് ഫെസ്റ്റ് 31-ന് സമാപിക്കും. സംഗീതജ്ഞൻ കെ ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികളിൽ വർക്കർ, ഹെൽപ്പർ ഒഴിവ്. SSLC ജയിച്ചവർക്ക് വർക്കർ തസ്തികയിലും അല്ലാത്തവർക്ക് ഹെൽപ്പർ തസ്തികയിലും അപേക്ഷിക്കാം. പ്രായപരിധി 46 വയസ്സ്. അപേക്ഷ ഈ മാസം 17-ന് മുൻപ് നൽകണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, PMAYG എന്നീ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പരാതികൾ സ്വീകരിക്കുന്നു. ഈ മാസം 7-ന് 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പരാതികൾ സമർപ്പിക്കാം. ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സിറ്റിംഗ്. ദേശീയ അന്തർ സർവകലാശാല വനിതാ ക്രിക്കറ്റ് ഈ മാസം 26-ന് കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസും കോഴിക്കോട് ദേവഗിരി സെയിന്റ് ജോസഫ്സ് കോളേജും വേദിയാകും. ലീഗ് കം നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരം. ഇടുക്കി കുളപ്പാറച്ചാലിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മാർച്ച് 8-ന് രാവിലെ 9:30 മുതൽ 12:30 വരെ കുളപ്പാറച്ചാലിലെ ബാഡ്മിന്റൺ കോർട്ടിലാണ് പരിശോധനാ ക്യാമ്പ്. യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. എറണാകുളം ചിത്രശാല ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന അങ്കമാലി രാജ്യാന്തര ചലച്ചിത്രോത്സവം ഇന്ന് തുടങ്ങി. ഇന്നു മുതൽ മാർച്ച് 8 വരെ അങ്കമാലി മൈ സിനിമാസ് മാമാങ്കം തിയേറ്ററിലാണ് നടക്കുന്നത്. മേളയിൽ 1 മലയാള ചിത്രവും 8 വിദേശ ചിത്രങ്ങളും ഉണ്ടാകും. ദേശീയ വാർത്തകൾ. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്ത അധ്യാപകരുടെ വീഡിയോ വൈറൽ. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ യാത്രയയപ്പ് പരിപാടിയിലുള്ള നൃത്തം അശ്ലീലമെന്ന് ആക്ഷേപം. സെർവൈക്കൽ ക്യാൻസർ തടയാനുള്ള ഇന്ത്യയുടെ സൗജന്യ HPV വാക്സിനേഷൻ ക്യാമ്പയിനെ പ്രശംസിച്ച് WHO. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 14 ലക്ഷം പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ഉറപ്പാക്കും. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി. വിവാദ സിനിമ കേരള സ്റ്റോറി ആരും കാണാത്തത് നല്ല കാര്യമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സിനിമകളെയും മാധ്യമങ്ങളെയും പ്രൊപ്പഗാൻഡകൾക്കായി ഉപയോഗിക്കുന്നു. കേരളം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടെന്നും രാഹുൽ ഗാന്ധി. പഞ്ചാബ് സർക്കാരിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഗവർണർ ഗുലാബ് ചന്ദ് കത്താരിയ. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗം തടയാനും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചെന്ന് പ്രശംസ. മധ്യപ്രദേശിലെ ധാമോയിൽ 16-കാരനെ കൊലപ്പെടുത്തിയ 46-കാരൻ ഗുഡ്ഡ പട്ടേൽ അറസ്റ്റിൽ. ബൈക്കിൽ പോവുകയായിരുന്ന 16-കാരനെ തലയ്ക്കടിച്ചു വീഴ്ത്തി രക്തം കുടിച്ച അക്രമി. കൊല്ലപ്പെട്ടത് ഭരത് വിശ്വകർമ്മ. അനിൽ അംബാനിക്കെതിരെ വീണ്ടും ED റെയ്ഡ്. റിലയൻസ് പവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഒരേ സമയം 10 ഇടങ്ങളിൽ ED പരിശോധന നടത്തും. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈയുടെ കൊലപാതകത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം. ഷിയ വിഭാഗമാണ് ജോബാഗിൽ പ്രതിഷേധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഹരിദ്വാർ സന്ദർശിക്കും. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, സംസ്ഥാന മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉത്തരാഖണ്ഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യും. ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്രയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഭക്തർക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യാം. ഈ വർഷത്തെ യാത്ര ഏപ്രിൽ 19-ന് ആരംഭിക്കും. ഡൽഹിയിൽ മന്നത്ത് പത്മനാഭന് സ്മാരകം. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത നായർ കൂട്ടായ്മ NSS ഡൽഹിയാണ് നീക്കത്തിനു പിന്നിൽ. മാർച്ച് 25-ന് തറക്കല്ലിടും. രാജ്യാന്തര വാർത്തകൾ. എണ്ണവില കൂടുന്നതിൽ തനിക്ക് ആശങ്കയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുദ്ധം അവസാനിക്കുമ്പോൾ എണ്ണവില താഴുമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ അമേരിക്ക സംയുക്താക്രമണത്തിൽ ഇറാനിലെ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചത് 1230 പേർ. വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ഉൾപ്പെടെ മിനാബിലെ പ്രൈമറി സ്കൂളിൽ മാത്രം 175 പേർ കൊല്ലപ്പെട്ടു.
ഇറാൻ അസർബൈജാൻ ബന്ധം ഉലയുന്നു. ഇറാനിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്നതായി അസർബൈജാൻ. ഇന്നലെ നാക്ചിവൻ വിമാനത്താവളത്തിനു നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ യുദ്ധത്തിനു ശേഷം ക്യൂബയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ക്യൂബ ആഗ്രഹിക്കുന്നു. ക്യൂബൻ അമേരിക്കക്കാർ ക്യൂബയിലേക്ക് മടങ്ങുമെന്നും ട്രംപ്. വടക്കൻ ഇസ്രായേലിൽ അതിർത്തിയോട് ചേർന്ന 5 കിലോമീറ്റർ പരിധിയിലുള്ള പട്ടണങ്ങളിൽ നിന്ന് ഇസ്രായേൽ പൗരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെയാണ് മുന്നറിയിപ്പ്. ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് ഭീഷണി. മലേഷ്യയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് ഭരണസഖ്യത്തിൽ വിള്ളൽ. അൻവർ ഇബ്രാഹിം സർക്കാരിന്റെ പ്രധാന സഖ്യകക്ഷിയായ ഡെമോക്രാറ്റിക് ആക്ഷൻ പാർട്ടി സഖ്യം തുടരുന്നതിൽ പുനർവിചിന്തനത്തിന് ഒരുങ്ങുന്നു. നടപടി അഴിമതി വിരുദ്ധ അന്വേഷണ ഏജൻസിയായ MACCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് സഖ്യകക്ഷി രംഗത്തെത്തിയതോടെ മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ ലെബനോണിലെ മരണസംഖ്യ 100 പിന്നിട്ടു. തിങ്കളാഴ്ച തുടങ്ങിയ അക്രമത്തിൽ ഇതുവരെ 102 പേർ മരിച്ചെന്നും 638 പേർക്ക് പരുക്കേറ്റെന്നും ലെബനോൺ ആരോഗ്യ മന്ത്രാലയം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷം. 1 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. സമാധാന ചർച്ചകൾ നിലവിൽ അജണ്ടയിലില്ലെന്ന് പാകിസ്ഥാൻ. ക്യൂബയിലെ സ്പീഡ് ബോട്ട് വെടിവയ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. ഇതോടെ മരണസംഖ്യ 5 ഉയർന്നു. ഫെബ്രുവരി അവസാനം നടന്ന വെടിവയ്പിൽ 4 പേർ സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ടിരുന്നു. നേപ്പാൾ തെരഞ്ഞെടുപ്പിൽ ബലൻഷായുടെ നാഷണൽ ഇൻഡിപെൻഡന്റ് പാർട്ടി മുന്നിൽ 62 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. വോട്ടെണ്ണൽ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. അമിതവണ്ണം കുറയ്ക്കാനുള്ള ഫൈസറിന്റെ പുതിയ മരുന്നിന് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകി. ചൈനീസ് നാഷണൽ മെഡിക്കൽ പ്രോഡക്ട്സ് അഡ്മിനിസ്ട്രേഷനാണ് GLP-1 മരുന്നിന് അനുമതി നൽകിയത്. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകയെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്തത് വിവാദമായി. നാഷ്വലിൽ നോട്ടീഷ്യ സ്ഥാപനത്തിലെ എസ്തഫാനി മരിയ റോഡ്രിഗസ് ഫ്ലോറസിനെയാണ് US എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവില പവന് 560 രൂപ കുറഞ്ഞു. പവന് 1,18,880 രൂപയായി. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,860 രൂപ. ഇറാൻ സംഘർഷം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് ഫോക്സ്കോൺ ചെയർമാൻ യാങ് ലിയു. 2026 ഫോക്സ്കോണിനെ സംബന്ധിച്ച് മികച്ച വർഷമായിരിക്കുമെന്നും ലിയു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഔദ്യോഗിക സ്പോൺസർമാർ ഇനി അശോക് ലൈലാൻഡ്സ്. ഔദ്യോഗികമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് അശോക് ലൈലാൻഡ് ചെയർമാൻ ധീരജ് ഹിന്ദുജ. യുനെസ്കോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലോക എഞ്ചിനീയറിംഗ് ദിനത്തിന്റെ ഔദ്യോഗിക പങ്കാളിയായി അദാനി ഗ്രൂപ്പ്. ലോകമെമ്പാടുമുള്ള എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും പങ്കെടുക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കുന്ന അത്യാധുനിക എഞ്ചിനീയറിംഗ് രീതികൾ അദാനി ഗ്രൂപ്പ് പ്രദർശിപ്പിക്കും. തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ കൈകോർത്ത ഇന്ത്യയും ഫിൻലാൻഡും. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ഫിൻലാൻഡ് തൊഴിൽ മന്ത്രി മത്യാസ് മാർട്ടിനനുമായി കൂടിക്കാഴ്ച നടത്തി. നൈപുണ്യ വികസനം, തൊഴിൽ വിദ്യാഭ്യാസം, തൊഴിൽ കൈമാറ്റം എന്നിവ ചർച്ചയായി. മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇതുവരെ റദ്ദാക്കിയത് 1500 വിമാന സർവീസുകൾ. ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാതിർത്തികൾ അടച്ചതോടെ നാട്ടിലേക്ക് മടങ്ങാനാകാതെ ആയിരങ്ങൾ. ഗ്യാസ് വിതരണത്തിന് ഓസ്ട്രേലിയയും കാനഡയുമായി കൈകൊടുത്ത ഇന്ത്യ. നീക്കം ഖത്തറിൽ നിന്നുള്ള ഗ്യാസ് വിതരണത്തിലെ പ്രതിസന്ധിയെ തുടർന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുമായി ചർച്ച നടത്തി. ഹോർമുസ് പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യയിൽ ഗ്യാസ് വിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾക്ക് നോട്ടീസ് നൽകി പെട്രോനെറ്റ് LNG. വ്യാവസായിക മേഖലകൾ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയിലേക്കെന്ന് സൂചന. കായിക വാർത്ത. സ്പാനിഷ് ക്ലബ് FC ബാഴ്സലോണയിലേക്ക് പുതിയ സ്ട്രൈക്കർ എത്തുമെന്ന് സൂചന. അനിവാര്യമില്ലെങ്കിൽ ഉടൻ തന്നെ സൈനിങ് നടത്തുമെന്ന് ജോൺ ലപ്പോർട്ട. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ 2ാം റൗണ്ടിൽ തിളങ്ങി ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. ഹോങ്കോങ് താരം NG കാലോങ്ങിനെ പരാജയപ്പെടുത്തി ക്വാർട്ടറിലെത്തി. യുവതാരം മാറ്റിയോ സിൽവിയോ മാരിക്കിനെ കൂട്ടിലെത്തിക്കാൻ ബയൺ മ്യൂണിക്. ചർച്ചകൾ നടക്കുന്നുവെന്നും ഉടൻ തന്നെ കരാറിലെത്തുമെന്നും റിപ്പോർട്ട്. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ തള്ളി PSG താരം വിറ്റിഞ്ഞ. ഇപ്പോൾ ടീം വിടുന്നത് ഉചിതമല്ലെന്നും PSG-യിൽ തുടരുന്നതാണ് സന്തോഷമെന്നും വിറ്റിഞ്ഞ. 2020 ലോകകപ്പ് സെമി ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ജസ്പ്രീത് ബുംറയ്ക്ക് സമർപ്പിച്ച് മലയാളി താരം സഞ്ജു സാംസൺ. ടീമിന്റെ പ്രകടനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും മുഴുവൻ ക്രെഡിറ്റും ജസ്പ്രീത് ബുംറയ്ക്കെന്നും സഞ്ജു. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ.
പവൻ കല്യാൺ നായകനായെത്തുന്ന ഉസ്താദ് ഭഗത് സിംഗ് മാർച്ച് 19 തിയേറ്ററുകളിലേക്ക്. ഹരീഷ് ശങ്കർ ഒരുക്കുന്ന സിനിമയിൽ രാശി ഖന്നയും ശ്രീലീലയും നായികമാർ. ഗീതു മോഹൻദാസ് ചിത്രം ടോക്സിക്കിന്റെ പുതിയ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ചിത്രം ജൂൺ 4 പുറത്തിറങ്ങും. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് തീയതി മാറ്റിയിരുന്നു. ആട് 3യുടെ റിലീസിനോടനുബന്ധിച്ച് കൊച്ചിയിൽ വടംവലി മത്സരം. ആട് 3 താരങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമാകും. ലെജൻഡ് ശരവണന്റെ ഏറ്റവും പുതിയ ചിത്രം ലീഡറിന്റെ ടീസർ പുറത്ത്. ടീസറിന് മികച്ച പ്രേക്ഷക പ്രതികരണമെന്ന് അണിയറ പ്രവർത്തകർ. ബ്ലാക്ക് പിങ്കിന്റെ പുതിയ ആൽബം ഡെഡ് ലൈൻ പുറത്തിറങ്ങി. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മൾട്ടി ട്രാക്ക് ആൽബം പുറത്തിറങ്ങുന്നത്. പ്രശാന്ത് മുരളി എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ ബട്ടർഫ്ലൈ ഗേൾ 85 ഇന്ന് പ്രദർശനത്തിനെത്തി. വ്യത്യസ്തമായ അവതരണ ശൈലിയും ഇതിവൃത്തവുമാണ് സിനിമയുടെ പ്രത്യേകത. അയത്തുള്ള അലി ഖംനേയുടെ മൃതദേഹം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. എന്നാൽ പ്രചരിക്കുന്നത് AI നിർമ്മിത ചിത്രമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. ഒരാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശി കുമാരനാണ് മരിച്ചത്. KSRTC ബസിനുള്ളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക ചേഷ്ട നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. കൊല്ലം പാരിപ്പള്ളി സ്വദേശി സജീവനെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. പാർലമെന്റിന്റെ 2ാം ഘട്ട ബജറ്റ് സമ്മേളനത്തിൽ ലോക്സഭാ എംപിമാർക്ക് വിപ്പ് നൽകി കോൺഗ്രസ്. മാർച്ച് 9 മുതൽ 11 വരെ സഭയിൽ ഉണ്ടാകണമെന്ന് വിപ്പ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ LSS പരീക്ഷ തീരും മുൻപേ ഉത്തരക്കടലാസ് വാങ്ങിവെച്ചതായി പരാതി. തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് സ്കൂളിലെ 20ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളുടെ 45ഓളം മിനിറ്റ് നഷ്ടമായെന്നും പരാതി. ഇപ്പോൾ കിട്ടിയത്. മലപ്പുറം അരീക്കോട് പിക്കപ്പ് വാഹനത്തിനിടയിൽപ്പെട്ട് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മുഹമ്മദ് ഹനാനാണ് മരിച്ചത്. ചെമ്പ്രക്കാട്ടൂരിൽ ഇന്ന് രാവിലെയാണ് ദാരുണ സംഭവമുണ്ടായത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ശ്രീലേഖയ്ക്കെതിരായ പോക്സോ കേസിന് ഇടക്കാല സ്റ്റേ നൽകാതെ ഹൈക്കോടതി. തനിക്കെതിരായ പോക്സോ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് R ശ്രീലേഖ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇന്ധനവില ഉയരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഇന്ത്യ മനസ്സിലാക്കണം. പക്ഷം പിടിക്കരുതെന്നും രാഹുൽ ഗാന്ധി.